അങ്ങനെ 2005 ജൂൺ 13 ഈ സെക്ഷൽ എലിഗേഷൻ കേസുകളിൽ നിന്നൊക്കെ ക്ലീൻ ചിറ്റ് കിട്ടി എം ജെ പുറത്തിറങ്ങുന്നു. വെറും 14 ദിവസത്തിന് ശേഷം ജൂൺ 27 ബഹ്റിനിലേക്ക് പോകുന്നു. ആ സമയത്ത് മൈക്കിളിന് കടം 1350 കോടി രൂപയാണ്. ഈ കടത്തിന് ഈട് വെച്ചതാണെങ്കിലോ സോണിയിൽ എം ജെക്ക് ഉണ്ടായിരുന്ന 50% ഓണർഷിപ്പ്. യുഎസിൽ ഇനിയും നിന്നാൽ എൻറ്റിറ്റിയുടെ ഭാഗത്ത് നിന്ന് അടുത്ത സ്ട്രൈക്ക് ഉണ്ടാവും എന്നറിയുന്നതുകൊണ്ടാണ് എം ജെ ബഹ്റിനിലേക്ക് വന്നത്. ഷെയ്ഖിന്റെ പ്രൊട്ടക്ഷനിൽ 11 മാസമാണ് എം ജെ അവിടെ ചെലവഴിച്ചത്. എം ജെയുടെ ഈ കടബാധ്യത അറിയുന്ന ഷെയ്ഖ് ഒരു ലോങ് ടേം മണി റിക്കവറി പ്ലാൻ എം ജെക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒരു ഓട്ടോബയോഗ്രഫി, ഒരു ആൽബം, ഒരു കോൺസെർട്ട്, all initially funded by Sheikh himself. And MJ അത് അംഗീകരിക്കുന്നു. പാരലലി അതേസമയം എൻറ്റിറ്റി അവരുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇഫ് എം ജെ വാസ് ദ കിങ് ഓഫ് ഡിസ്ഗൈസ്, എൻറ്റിറ്റി റൂൾഡ് ദ വേൾഡ് ഓഫ് ഡിസ്ഗൈസ്. അവരുടെ ഒരു രീതി വെച്ചിട്ട് ശത്രുക്കളുടെ കോട്ടയിൽ ഏറ്റവും കീ പ്ലെയർ പൊസിഷനിൽ അവരുടെ ആൾക്കാരെ പ്ലാൻ ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാനത്തുള്ള ആൾക്കാരെ അവരുടെ പക്ഷത്തേക്ക് ആക്കും. ആൻഡ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് നമുക്ക് ജോൺ ബ്രാങ്ക എന്നുള്ള ഒരാളെ കുറിച്ച് അറിയണം. വെറും മ്യൂസിക് കോപ്പിറൈറ്റ്സ് ഒക്കെ നോക്കുന്ന ഒരു ലോയർ ആയിരുന്നു ജോൺ ബ്രാങ്ക. 1985 ബ്രാങ്ക ഫസ്റ്റ് മൈക്കിളുടെ കഥയിലേക്ക് വരുന്നത്. വൈ? ഇറ്റ്സ് 1985. നമ്മൾ മുമ്പ് പറഞ്ഞ മ്യൂസിക് ഇൻഡസ്ട്രിയുടെ കോഹിനൂർ ഡയമണ്ട് ആയ ATV കാറ്റലോഗിന്റെ സെയിൽസിന് മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി ബ്രാൻക എം ജിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. ഇനി എം ജിയുടെ മൊത്തം ആസ്തി മൈക്കിൾ ജാക്സൺ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ്. അങ്ങനെ 1985 ജോൺ ബ്രാൻക എം ജെ എസ്റ്റേറ്റിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ വെറും 5 കൊല്ലത്തിന് ശേഷം 1990 മൈക്കിൾ തന്നെ ജോൺ ബ്രാൻകനെ പുറത്താക്കുന്നു. കാരണം എന്താണെന്നറിയോ? സോണിയുടെ കൺസൾട്ടന്റ് ആയ CBS റെക്കോർഡ്സിന്റെ CEO ആയ വാൾട്ട്നർ യെറ്റ്നിക്കോഫുമായിട്ടുള്ള അടുത്ത ബന്ധം. മൈക്കിൾ ഫെൽറ്റ് സംതിങ് സസ്പീഷ്യസ് ഇൻ ദാറ്റ്. മൈക്കിളിന് എപ്പോഴും എൻറ്റിറ്റി അഫിലിയേറ്റഡ് കമ്പനീസിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ മൈക്കിൾ ബ്രാൻകേനെ 90 പുറത്താക്കുന്നു. പിന്നെ കഥ നമുക്കറിയാലോ. 93 ഫസ്റ്റ് സെക്ഷൽ എലിഗേഷൻ വരുന്നു, കേസ് സെറ്റിൽ ആവുന്നു, ഫിനാൻഷ്യലി വീക്ക് ആവുന്നു, റെപ്യൂട്ടേഷൻ പോകുന്നു. അതുകൊണ്ട് തന്നെ സോണിക്ക് പകുതി വിൽക്കാന്ന് മൈക്കിൾ തീരുമാനിക്കുന്നു. ആൻഡ് ഗസ് വാട്ട്? 1990 പുറത്താക്കിയ ബ്രാൻക തന്നെയാണ് ഇതിനും മധ്യസ്ഥത വഹിക്കുന്നത്. ഈ ഒരു കച്ചവടത്തിൽ 5% ബ്രാൻകയുടെ കമ്മീഷൻ, അതായത് 24 കോടി രൂപ. അങ്ങനെ സോണി ATV കൊളാബറേഷൻ കഴിയുന്നതോടുകൂടി ബ്രാൻക പിന്നെയും എം ജെ എസ്റ്റേറ്റിന്റെ ഭാഗമാവുന്നു. പിന്നെ ഇനി വരാൻ പോകുന്ന സെഗ്മെന്റ് നമുക്ക് നന്നായിട്ട് അറിയാം. ഇൻവിൻസിബിൾ ആൽബത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നു. 2002 സോണിക്കെതിരെ മൈക്കിൾ സംസാരിക്കുന്നു. ഫുള്ള് പ്രശ്നങ്ങളാവുന്നു. അപ്പൊ തന്നെ അടുത്ത സെക്ഷൽ എലിഗേഷൻ 2003. അങ്ങനെ മൈക്കിൾ അറസ്റ്റിൽ വരാവുന്നു. അപ്പൊ മൈക്കിളിന് ശരിക്കും സംശയം തുടങ്ങി, ഇതെന്തോ ശരിയല്ലല്ലോ എന്നുള്ള. അങ്ങനെ എം ജെ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ വിട്ട് ജോൺ ബ്രാൻകയെ കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പോഴാണ് മൈക്കിളിന് ഒരു കാര്യം മനസ്സിലായത്. ഈ എം ജെ എസ്റ്റേറ്റിലേക്ക് വരുന്ന ഫണ്ടുകളൊക്കെ ഈ ജോൺ ബ്രാൻകയും സോണിയുടെ CEO ആയിട്ടുള്ള ടോമി മൊട്ടോളയും അവരുടെ കരീബിയൻ അക്കൗണ്ട്സിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു എന്നുള്ളത്. ഇത് മൈക്കിളിനെ ശരിക്കും എജിറ്റേറ്റഡ് ആക്കുന്നു. അപ്പൊ തന്നെ ഫയർ ചെയ്യുന്നു. ഇനി ഒരിക്കലും ഇയാളുടെ ഒപ്പം വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ടെർമിനേഷൻ ലെറ്റർ കൊടുത്ത് ഒഴിവാക്കുന്നു. ആൻഡ് ദി ഇയർ ഇസ് 2003. ഈ 2002-2003 കാലഘട്ടങ്ങളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആൻഡ് ഈ ഒരു ഡേറ്റിന് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഓർത്തു വെക്കണത്. നൗ ബാക്ക് ടു ബഹ്റിൻ. ഈ ഷെയ്ഖിനോട് പറഞ്ഞു വെച്ച വർക്കുകളൊക്കെ വെറും വാക്കാലുള്ള കോൺട്രാക്ട് ആയിരുന്നു. ഒപ്പം തന്നെ 23 കോടി രൂപ അഡ്വാൻസ് കിട്ടിയെന്ന് പറയപ്പെടുന്നു. പക്ഷേ എം ജെയുടെ ഏറ്റവും വലിയ റോങ് മൂവ് നടക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഇനിയൊന്ന് ആലോചിക്കണം. 1993 തന്റെ 34-ാം വയസ്സിൽ തുടങ്ങിയതാണ് എൻറ്റിറ്റിയോടുള്ള ഈ യുദ്ധം. അത് വെറും വസ്തുതർക്കൊന്നല്ല, ചൈൽഡ് പ്രെഡേറ്റർ എന്നുള്ള ടാഗാണ് എൻറ്റിറ്റി എം ജെക്ക് ചാർത്തി കൊടുത്തത്. തന്റെ ഏറ്റവും പീക്ക് കരിയർ പോയിന്റ് മുതൽ തുടങ്ങിയ 16 വർഷത്തെ ഫൈറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാം എഴുതി തള്ളി ഒതുങ്ങിക്കൂടാൻ എം ജെക്ക് സാധിക്കില്ലായിരുന്നു. സോ ഷെയ്ഖിനോട് ഈ പറഞ്ഞ വർക്കുകളൊക്കെ പ്ലാൻ ചെയ്യാൻ ഒരു ഹൈഡ് ഔട്ട് വേണമെന്ന് പറഞ്ഞിട്ട്, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ മനസമാധാനത്തോടുകൂടി പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജൂൺ 30, 2006 മൈക്കിൾ അയർലൻഡിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് എം ജെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് ബുക്കോ ആൽബമോ കോൺസെർട്ടോ ഒന്നും ആയിരുന്നില്ല. എം ജെയുടെ തന്നെ ലൈഫിലെ ലാസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് പെർഫോമൻസിന് വേണ്ടിയിട്ടായിരുന്നു. ഒരു ഭാഗത്ത് ജോൺ ബ്രാൻക, ടോമി മൊട്ടോള, സോണി, എൻറ്റിറ്റി എല്ലാം അവരുടെ ഫൈനൽ സ്ട്രോക്ക് പ്ലാൻ ചെയ്യുന്നു. വേറൊരു ഭാഗത്ത് എം ജെ തന്നെ ബിട്രേ ചെയ്തതാണോ എന്നുള്ള ഡൗട്ടിലിരിക്കുന്ന ഷെയ്ഖ്. വേറൊരു ഭാഗത്ത് അരങ്ങൊഴിയാൻ വേണ്ടി അരങ്ങൊരുക്കുന്ന എം ജെ. ഈ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഡിയ എം ജെക്ക് കത്തുന്നത് തന്റെ ഐഡൽ ആൻഡ് ഇൻസ്പിറേഷനായ തന്റെ എക്സ് വൈഫിന്റെ പിതാവായ ദ കിങ് ഓഫ് റോക്ക് ആൻഡ് റോൾ എൽവിസ് പ്രീസ്ലിയുടെ മരണത്തെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്ന ഒരു കോൺസ്പിറസി തിയറിയിൽ നിന്നാണ്. ദി മിസ്റ്ററി ഓഫ് എം ജെ എന്ന കഥയിലെ ഫൈനൽ ആക്ട് തുടങ്ങുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചാണ്. യു കാൻ കിൽ വാട്ട്സ് ഓൾറെഡി ഡെഡ് ആൻഡ് എം ജെ ഡിസൈഡ്സ് ടു ഫേക്ക് ഹിസ് ഡെത്ത്. ഇതിന്റെ ബാക്കി കൺക്ലൂഷൻ അടുത്ത ഭാഗത്തിൽ.